എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രാവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പീച്ച് ഡാമിലേക്കാണ്. പീച്ച് ഡാമിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ പാണ്ഡവ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിലൊന്നാണ് പീച്ച് ഡാം. തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ നിന്ന് 7 കിലോമീറ്റർ NH 544 പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ പീച്ചി റോഡെത്തും. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ ചെന്നെത്തുന്നത് പീച്ച് ഡാമിലേക്കാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. പീച്ച് ഡാമിലേക്കുള്ള യാത്രയിൽ നമുക്കിത് കാണാൻ സാധിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലുമായി ധാരാളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും റോഡിലേക്ക് സൂര്യപ്രകാശം ഏൽക്കാതെ ഒരു കുട പോലെ മരത്തിന്റെ കൊമ്പുകൾ നിൽക്കുന്നതും മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ഈ കാണുന്നതാണ് പീച്ചി ഗേറ്റ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ പീച്ച് ഡാമിലേക്ക് ദൂരമുള്ളൂ. അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഫാൻസുകൾ ഇവിടെ സജീവമാണ്. തോരണങ്ങളും കൊടികളും ഫ്ലക്സുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വലതുവശത്ത് കാണുന്നതാണ് പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2006 അധ്യയന വർഷം മുതൽ 2009 അധ്യയന വർഷം അവസാനം വരെ ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്. അങ്ങനെ നമ്മൾ പീച്ച് ഡാം എത്തി. ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്ന ആ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാവുന്നതാണ്. പേൻ പാർക്കാണ്. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഡാമിലേക്ക് പോകാം. അപ്പൊ പാർക്കിംഗ് ഫീ 20 രൂപയാണ്. ഞാനും കൊടുത്തു 20 രൂപ. ഈ കാണുന്നതാണ് പീച്ചി ബസ് സ്റ്റാൻഡ്. ഇവിടം വരെ നമുക്ക് ബസ് സൗകര്യം ലഭ്യമാണ്. തൃശ്ശൂരിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകൾ പീച്ച് ഡാമിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ശക്ത സ്റ്റാൻഡ് അല്ലെങ്കിൽ തെക്കേ സ്റ്റാൻഡ് എന്ന സ്റ്റാൻഡിൽ അവിടെ നിന്നാണ് നമുക്ക് പീച്ച് ഡാമിലേക്കുള്ള ബസ് കിട്ടുന്നത്. ഡാമിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന്റെ വലതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട്. ഗേറ്റിന്റെ സൈഡിലായിട്ട് സന്ദർശകർക്ക് പീച്ച് ഡാമിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതിന്റെ ഒരു വിവരണവും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. വലതുവശത്തായി പ്രവേശന ഫീസിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ 40 രൂപ കൊടുത്ത് 2 ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെടികളിൽ വെട്ടി നിർത്തിയ ഓരോ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആന, മയിൽ, മുയൽ, ആമ, മീൻ, കിളികള്, അങ്ങനെ പല രൂപങ്ങളിലാണ് ഈ ചെടി വെട്ടി നിർത്തിയിരിക്കുന്നത്. 1957 ഒക്ടോബർ 4 അന്നത്തെ കേരള ഗവർണറായിരുന്ന B. രാമകൃഷ്ണ റാവു ആണ് പീച്ച് ഡാം രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് കാണിക്കുന്ന ഒരു ശിലാഫലകം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതിനോടടുത്തായി മറ്റൊരു ശിലാഫലകത്തിൽ പീച്ച് ഡാമിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത എഞ്ചിനീയർമാരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊന്നുകൂടി കാണാൻ സാധിക്കും. പീച്ച് ഡാമിൽ നിന്ന് മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാണിക്കുന്ന ഒരു സൂചികയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പീച്ച് ഡാമിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാണാം. അതുപോലെ തന്നെ പീച്ച് ഡാമിന്റെ ഒരു രൂപരേഖ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ബോർഡാണിത്. ഒരു പെയിന്റിൽ തീർത്തതാണിത്. പീച്ചിയിൽ ഒരു ഡാമിനുള്ള സാധ്യത മനസ്സിലാക്കുന്നത് അന്നത്തെ കൊച്ചി രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇക്കണ്ട വാര്യരാണ്. അതുകൊണ്ട് തന്നെ പീച്ച് ഡാമിന്റെ ശില്പി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയ്ക്ക് കുറുകെയാണ് പീച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1947 നിർമ്മാണം ആരംഭിച്ച പീച്ച് ഡാം 1959 നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇനോഗ്രേഷൻ ചെയ്യുന്ന പരിപാടികൾ ആദ്യം മുതലേ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 1957 ഒക്ടോബർ 4 അന്നത്തെ കേരള ഗവർണർ B. രാമകൃഷ്ണ റാവു പീച്ച് ഡാം നാടിന് സമർപ്പിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പീച്ച് ഡാമിന്റെ സംഭരണശേഷി 81.27 ക്യൂബിക് മീറ്റർസ് ആണ്. മാക്സിമം വാട്ടർ ലെവൽ 79.25. അതിൽ 78.6 പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം മണലിപ്പുഴയിലേക്ക് ഒഴുക്കിവിടും. പീച്ച് ഡാമിന് 4 സ്പിൽവേകളാണുള്ളത്. 41.85 മീറ്റർ ഉയരവും 213 മീറ്റർ നീളവും 4.27 മീറ്റർ വീതിയുമാണ് പീച്ച് ഡാമിനുള്ളത്. പീച്ച് ഡാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പവലിയൻ.
ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പീച്ചി ഡാം ഒരു ആകാശ കാഴ്ച എന്ന പോലെ കാണാൻ സാധിക്കും. പവലിയന്റെ താഴെ വിശ്രമിക്കാനും മറ്റുമായി കോൺക്രീറ്റ് തീർത്ത ബെഞ്ചുകളും മറ്റും അവിടെയുണ്ട്. മരത്തിന്റെ കൊമ്പുകളിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാടാനായി ഊഞ്ഞാലുകളും കെട്ടിയിട്ടുണ്ട്. ഈ പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് പവലിയനിലേക്ക് എത്താനായിട്ട്. പവലിയനിലേക്കുള്ള വഴിയുടെ ഇരുവശത്തുമായി ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ചെടികൾ നല്ല വൃത്തിയായിട്ട് വെട്ടി ലെവലാക്കി വെച്ചിട്ടുമുണ്ട്. കാണാൻ തന്നെ നല്ല സുന്ദരമാണ്. മഴ പെയ്ത് വെള്ളം കെട്ടുന്നതിന്റെ പരിണിത ഫലമായിട്ട് ഈർപ്പം മറ്റും ഇറങ്ങി അതിന്റെ പാടുകളൊക്കെ കാണാം. ഈ പവലിയനിലെ തൂണുകൾ നല്ല കല്ലുകളൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ചുമരാണെങ്കിലും നല്ല ഭംഗിയുള്ളതാക്കി. കുറച്ചു വർഷങ്ങൾ മുമ്പ് വരെ ഇവിടെ വരുന്നവർ സ്വന്തം പേരുകൾ എഴുതി വെച്ച് ചുമരുകളെല്ലാം വൃത്തികേടാക്കിയിരുന്നു. സ്റ്റെപ്പുകൾ കയറി വന്ന് ക്ഷീണിച്ചവർക്ക് ഇരിക്കാനായിട്ട് 4 ബെഞ്ചുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറി വേണം പവലിയന്റെ ഏറ്റവും മുകളിലെത്താനായിട്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. പീച്ചി ഡാമിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പീച്ചി ഡാമിന് 3 കൈവരികളാണുള്ളത്. കുതിരക്കൊട്ടായം, ഒളരിക്കര, വാണിയമ്പാറ എന്നിവയാണ് പീച്ചി ഡാമിന്റെ കൈവരികൾ. ഈ 3 കൈവരികൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് മുപ്പുഴ എന്നറിയപ്പെടുന്നത്. പീച്ചി ഡാമിന്റെ ഉള്ളിലെ ഏറ്റവും വിസ്താരം കൂടിയ സ്ഥലമാണ് മുപ്പുഴ. ഡാമിന്റെ ഏറ്റവും വീതി കൂടിയ വൃഷ്ടിപ്രദേശമായതുകൊണ്ട് അക്കരെ ഒരു വ്യക്തി എന്നാൽ അവ്യക്തമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പീച്ചി ഡാം സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് ഡാമും പവലിയനിൽ നിന്നുള്ള ഡാമിന്റെ കാഴ്ചയും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗാർഡനും മാത്രമാണ്. എന്നാൽ പീച്ചിക്കാടിനുള്ളിൽ അതിസുന്ദരമായ ഒരു വെള്ളച്ചാട്ടം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. മാമ്പാറക്കുത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന പൈപ്പുകൾ താഴെയുള്ള ജലശുദ്ധീകരണശാലയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് താഴേക്ക് പോകാം. താഴെ കുട്ടികളുടെ പാർക്കും അതിന് താഴെയായാണ് ഗാർഡനും ഉള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ അധികമൊന്നുമില്ലെങ്കിലും കുറച്ചു നേരം ചിലവഴിക്കാനുള്ള വകയൊക്കെ ഉണ്ടെന്ന് പറയാം. എന്റെ കൂടെ വന്ന ചെറിയ കുട്ടി അതിലൊന്നിൽ കയറിയിരുന്ന് കളിക്കുകയാണ്. ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പീച്ചി ഡാമിലൊക്കെ സന്ദർശകർ വളരെ കുറവാണ്. പാർക്കുകളെല്ലാം വിജനമായി കിടക്കുന്നു. ഡാമിനു താഴെ വലതുവശത്തായി കാണുന്നത് KSEB പവർ സ്റ്റേഷനാണ്. ചെറുകിട വൈദ്യുതി പദ്ധതിക്കായാണ് ഇത് നിർമ്മിച്ചത്. 2013 ഇത് നാടിനു വേണ്ടി സമർപ്പിച്ചത്. ഇതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 1.25 മെഗാവാട്ട്സ് ആണ്. പീച്ചി ഡാമിന് പ്രധാനമായും വലതുകര, ഇടതുകര എന്നിങ്ങനെ 2 കനാലുകളാണുള്ളത്. കോൾപ്പാടങ്ങളിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് കനാലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. NH 544 കൂടി പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കുതിരാൻ എത്തുന്നതിന് മുൻപ് ചോന്നമണിൽ ഒരു പാലത്തിന്റെ അടിയിൽ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ആ പാലം പീച്ചി ഡാമിന്റെ വലതുകര കനാലിന്റെ ഭാഗമാണ്. ഈ കാണുന്നതാണ് പീച്ചി ഗാർഡൻ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ സുന്ദരമാണ്. ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ചെടികളെല്ലാം വൃത്തിയിൽ നല്ല ഓരോ രൂപങ്ങളാക്കി വെട്ടി നിർത്തിയിട്ടുമുണ്ട്. മുകളിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. പുല്ലുകൾ മുളച്ചതും മൺതിട്ടകൾ രൂപപ്പെട്ടതും ഒഴുക്കിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഗാർഡന്റെ ഒരു ഭാഗത്തായി പരശുരാമൻ മഴുവെറിയാൻ നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു പുലിയുടെ പ്രതിമയും അതിന്റെ സൈഡിലായി ഒരു കാട്ടുപോത്തിന്റെ പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട്. ബാഹുബലിയിലെ പൽവാൽ ദേവനെ അനുസ്മരിക്കും വിധം എന്റെ അനുജൻ കാട്ടുപോത്തുമായി മൽപ്പിടുത്തത്തിലാണ്. കാട്ടുപോത്തിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതായത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ മുകളിൽ കയറി കാലിന്റെ വേഷവും ചക്കൻ ആടുന്നുണ്ട്. പ്രവർത്തനരഹിതമായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു അനക്കവുമില്ലാതെ സ്മാരകം പോലെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ റോഡിന്റെ മറുവശത്തായി ഇങ്ങനെയൊരു ബോർഡ് കാണാൻ സാധിക്കും. ട്രക്കിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ജലശുദ്ധീകരണശാല. ഇവിടെ വെള്ളം ശുദ്ധീകരിച്ചാണ് തൃശൂർ ടൗണിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററിന്റെ ബാക്കിലായി കേരളത്തിന്റെ ഒരു 3D പതിപ്പ് കാണാവുന്നതാണ്. എന്തുകൊണ്ടത് പൂട്ടിക്കിടക്കുകയാണ്. അതിനാൽ പുറത്തുനിന്നുള്ള ദൃശ്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഓരോ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകളും കാണാൻ സാധിക്കും. ഇത് തുറന്നിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായ വീഡിയോ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനെയേ പറ്റുകയുള്ളൂ. ഇതിന്റെ ബാക്കിലായി ഏതോ ഒരു ഡാമിന്റെ മാതൃകയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാം ഏതെന്ന് വ്യക്തമല്ല.
ചുമരിൽ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ ഡാമുകളുടെ പേരുകളും വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പീച്ച് ഡാമിന്റെ നേരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. 2018 പ്രളയ സമയത്ത് ഇത് നിറഞ്ഞൊഴുകുന്നതാണ് ഓർമ്മ വരുന്നത്. അന്ന് ഇവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. പക്ഷെ ആ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആ വീഡിയോ കുറെ തപ്പി നോക്കി, പക്ഷെ കിട്ടിയില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോസിന്റെ കൂടെ ആഡ് ചെയ്തത്. ഇത് സ്വിമ്മിംഗ് പൂളാണ്, പക്ഷെ ഇതും പൂട്ടിക്കിടക്കുകയാണെന്ന് മാത്രം. അപ്പോൾ ഏകദേശം ഡാമിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് തിരിച്ച് ഡാമിന് മുകളിലേക്ക് ഈ കാണുന്ന കാനന പാതയിലൂടെ പോകാം. രണ്ടു വശങ്ങളിൽ നിന്നുള്ള മരങ്ങളുടെ കൊമ്പുകൾ കൊണ്ട് പ്രകൃതി ഒരു കുട തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരമാണ്. വെയിലൊന്നും മേക്കാതെ നല്ല തണലോട് കൂടിയ നല്ലൊരു വഴി. ഒരു പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ നടന്ന് കതച്ചു. നടന്ന് കതയ്ക്കുക മാത്രല്ല, ആ സ്റ്റെപ്പുകൾ ഓടിക്കേറി അതും വയ്യാണ്ടായി. അപ്പോൾ പീച്ച് ഡാം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാം കേട്ടോ. പീച്ച് ഡാമിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.